ഇന്ന് നമ്മുടേതായ നാടൻ കറികളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഉത്തരേന്ത്യൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്, മട്ടർ പനീർ. അതിനായി ആദ്യം നമുക്ക് ഗ്രേവി തയ്യാറാക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, കടുകെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഉപയോഗിക്കും. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 10 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി മുറിച്ചത്, പച്ചമുളക് 2 എണ്ണം ചേർത്ത് വഴറ്റുക. 2 ഇടത്തരം സവാളയുടെ അളവ് കൂടിയ ഉള്ളിയുടെ അധികം രുചി വരും. അതിന് 2 എണ്ണം മതി. അത് ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇടുക. ഇതിലേക്ക് 8-10 അണ്ടിപ്പരിപ്പ് ചേർക്കുന്ന നിർബന്ധമൊന്നുമില്ല. കറിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് അത് ചേർത്തിട്ടുള്ളത്. മൂന്ന് ഇടത്തരം തക്കാളി. ഇത് നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം, അല്ലെങ്കിൽ പുളി രസം ഉണ്ടായിരിക്കും. അല്പം ഉപ്പ് ചേർത്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ തക്കാളി ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടി മാത്രം ഒന്ന് അടച്ച് കഴിക്കാം. തക്കാളി വെന്തിട്ടുണ്ട്. നമുക്കിതിന് തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് നല്ലപോലെ തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. ഗ്രേവിക്കായി വഴറ്റി അതേ ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് ആദ്യം കുറച്ച് ജീരകം പൊട്ടിക്കുക. ജീരകം പൊട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വഴറ്റി അരച്ചെടുത്ത ഗ്രേവിയാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. ചെറു ചൂടുവെള്ളം കൂടെ ചേർത്ത് തിളപ്പിക്കണം. കറി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അടച്ച് വയ്ക്കാം. കറി നന്നായി തിളച്ച് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. നമുക്കതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. ഇപ്പം വെള്ളം കൂടെ ചേർത്ത് തിളപ്പിക്കാം. പനീർ ചേർത്ത് കഴിഞ്ഞാൽ അധിക നേരം വേവിക്കരുത്, കാരണം പനീർ കട്ടിയായി പോകും. അപ്പോൾ അതിനുശേഷം ഗ്രീൻ പീസ് ചേർക്കാം. കറിക്ക് ഉപ്പ് ആവശ്യമുണ്ടോ എന്ന് നോക്കി കുറച്ച് ഉപ്പ് കൂടെ ചേർത്തെടുക്കാം. കറി തിളച്ച് ഒന്ന് എണ്ണ തെളിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ചേർക്കാം. കറിയിൽ എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. നമുക്കിതിന് ഓഫ് ചെയ്ത് മല്ലിയില വിതറിയെടുക്കാം. ഇതിൽ വേണമെങ്കിൽ കസൂരി മേത്തി ചേർക്കാം, ഫ്രഷ് ക്രീം ചേർത്തെടുക്കാം, കുറച്ചുകൂടെ ടേസ്റ്റാകും.
അങ്ങനെ മട്ടർ പനീർ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തി, പൂരി, പൊറോട്ട, പുലാവ് ഇതിനെല്ലാം ഒപ്പം കഴിക്കാവുന്നതാണ്.